ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഇയാള് ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്നാ അസർപ്പത് വരാണ്ട് പിടിച്ചിടാന് അസർപ്പിനോട് പെയിന്റും ബ്രഷും കൊടുത്താൽ ഞാൻ അടിച്ചു തന്നീന്നല്ലോ. നല്ല ആ ഉരുള സാധനമായിട്ട് പെയിന്റ് കൊടുത്താൽ ഞാൻ അടിച്ചു തന്നെ. നിന്റെ വേഗം അടിച്ചു തീർന്നില്ല പെയിന്റ്. പിന്നെ അതിനൊക്കെ വില കൂടിയിരിക്കണം. അതൊക്കെ മതിയാവും. 500 പെയിന്റ് കൊണ്ടോ എന്നാലും തരി പൈസ തന്നാളി. ഞാൻ എനിക്ക് അക്ഷയയിലൊന്ന് പോണം. നിയാസ് അടിച്ചാലും മതി രാത്രി. എന്റെ ബ്രഷ് എടുത്തോളി. വൈതരങ്ങ പറിച്ചു കൊടുത്തിട്ട് എന്താക്കി എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ആരും വരരുത്. ഞാൻ എടുത്ത് തരും ഒരു കഷ്ണം. ആ ഡ്രാഗൺ ഫ്രൂട്ട് അതൊക്കെ നമ്മളിവിടെ ഉള്ള ആൾക്കാരല്ല. ഒക്കെ കൂത്തിച്ചാടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോകും. അളക്കാൻ പറ്റാറിട്ട് സിമെന്റ് മണലും കയറ്റിക്കോളി. 75 വയസ്സായിട്ട് ഇനിയിപ്പോ സിമെന്റ് മണലായിട്ട് നടക്കുക. ഞാൻ അന്ന് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ല. എപ്പോഴല്ല എനിക്ക് മനസ്സിലായത് എത്ര മണലുണ്ടായിരുന്നു അറിയാം. അതൊക്കെ കുഴച്ച് ഉണ്ടാക്കി ഇവിടുന്ന് ഏറ്റി കൊണ്ടുപോയിരുന്നു. അമ്മയ്ക്ക് മണങ്ങൾ. ഞാൻ അപ്പൊ കുറച്ച് ഒരു കൊട്ടക്ക് കുഴച്ചപ്പോ തന്നെ എന്റെ ഊരെ പോയി. ഞാൻ നീച്ചു വന്ന് കണ്ണും പിടിച്ച് കണ്ട് ഓരോ കാര്യം. കോഴിക്കോട് എന്ന് പറഞ്ഞ അത് അതിന്റെ ഉള്ളിൽ അങ്ങനെ സാധനങ്ങൾ വെക്കാൻ പാടില്ല. ഒന്നത് അതിന്റെ 2 ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് അതിൽ ഒന്നില് പൊടി ഇട്ടിട്ട് അതാക്കണം കോഴിക്കൾക്ക്. എന്നിട്ട് അത് ഇടക്ക് അത് ഇളക്കിയിട്ട് വാരി അത് ചാക്കിൽ നിറച്ച് വെച്ചിട്ട് വേറെ പൊടി കൊടുത്തു വിടണം. ഒരു 6 മാസം കൂടുമ്പോ 6 മാസം കൂടുമ്പോ പൊടി മാറ്റണം. കൂർക്കത്തലല്ലേ നിക്കണത്? നട്ടതാപ്പ് വളമുള്ള മണ്ണായിട്ടാണ്. അങ്ങനെ ജീവൻ പോയി കിടക്കും. കാലുവേദനായി ജീവൻ പോകും. അതിപ്പോ എല്ലാരും അത് നിങ്ങൾക്കൊന്നുമല്ല. അത് എല്ലാവർക്കും പറ്റും. ചെറിയോൽക്കും പറ്റും വലിയവർക്കും പറ്റും. ബക്കറ്റ് തൗട് പൊടിയായി ഞാൻ വീണിട്ട് 10 ബക്കറ്റ് ഉണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. കൊറേ ഞാൻ കടന്നിട്ട് കുത്തി തീർത്ത് നീച്ചു. ഇപ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പെരയിൽ നിൽക്കൂല. ആവതുള്ളവരൊക്കെ പണിക്ക് പോകും. കാരണം 2 ആൾ പണിയെടുത്താലും ഒരു കുടുംബത്തിലെ പണി ഇത് മാറുന്നില്ല. പട്ടിണി അങ്ങനത്തെ പൈസയാണ് സാധനങ്ങൾക്ക്. എന്താ വില? 2 ആൾ പണിയെടുത്താലും പൈസ തികയില്ല. അങ്ങനത്തെ കോലയക്കണം. എന്താ ഇപ്പൊ കാട്ടു മനുഷ്യന്മാരുടെ അവസ്ഥ? ആട് കോഴിമുട്ടക്ക് വില ഉണ്ടാവുമ്പോ എന്തെങ്കിലും ചെയ്യട്ടെ. നമുക്ക് വേണ്ട ഒരു കോഴിനെ കോഴിനെ അറക്കാണ്ടി ഒരാളെ 10 തിന്ന് കഴിഞ്ഞു. ഞാനൊരു 500 എന്നാളാണ്. 500 ആള് നല്ല ചാറ്റ് ജിപിടിയിലൊക്കെ നോക്കി നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ രസം ഉണ്ടായിരുന്നു. നമ്മളൊന്നും ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ കറി ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവില്ല. ഉണ്ടാക്കണേ എന്നിട്ട് അതാ പെണ്ണുകളോട് പറയാ നമ്മുടെ പാത്രം മോറുകയാണ്. ഞാൻ അടുക്കളയിൽ നിന്നിപ്പോ ചായ പിന്നെ പൊരിച്ചാണ് കല്യാണ പരിയില് പാട് പെണ്ണുങ്ങളുള്ളതല്ലേ. ഞാൻ ഇവിടെ അപ്പൊ വാച്ചോട് പറയാ അത് പറ്റി പാത്രം മോറ് അത് നന്നായി. ഇമ്മ എന്നും പണിത്ത് അത് സോപ്പിട്ട് കാണാൻ സോപ്പിടും. ഞാൻ ഇങ്ങനെ കരുതിയിട്ട് നിങ്ങളെ നോക്കാം. നിങ്ങൾ എവിടെ നോക്കല് പോവാനായി മാക്സി തരാണ്. ഇന്നലെ മുടി മയക്കൊക്കെ പോയ ആളാ. ഇന്ന് മുടി എത്തിയില്ല, വാഴക്ക് എത്തിയില്ല. പിന്നെ ആട്ടു സൂപ്പിന് ആടിന്റെ എല്ല് കൊണ്ടിട്ട് പോയതാളെ മക്കളെ. അതൊന്നും കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആളെ മയക്കണ ആളെ നമുക്ക് മനസ്സിലായില്ല. ഞാൻ പൊള്ളൊന്നും പറയില്ല. അത് ശരിയാണ്. ആട്ടു സൂപ്പ് വെക്കണം വെച്ചിട്ട് വരി ആയിട്ടില്ല. അപ്പൊ ഞാൻ നാളെ മറ്റന്നാ പോയി. എനിക്ക് 2 അരിപ്പാവാടില്ല ഇടാന്. നാടന്റെ കോട്ടന്റെ മാക്സിമം നിങ്ങൾക്ക് പർദ്ദനെടുത്ത് ഒരു പർദ്ദം വേണ്ട. ഇതന്നെ മതി. ചൂറ് കൊണ്ടാകത്തിന് നല്ല വേദന ഉണ്ട്. ആ വേദന ഉണ്ട് ഇപ്പൊ 30. ഇനി അടുത്ത വരുമ്പോൾ ഞാൻ ഉണ്ടോന്ന് ആർക്കറിയാൻ ഉണ്ടാവുന്നു പറയില്ല. പറയണതിനൊരു ലോജിക്കും കാര്യങ്ങളൊക്കെ വേണ്ട. കൊണ്ടുപോകില്ലാന്ന് കൊണ്ടുപോകാതിരിക്കുക. ദുബായിൽ നിങ്ങളെ കൊണ്ടുപോയിക്കണ ഞാൻ. എനിക്കാണ് ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ എത്ര ബുദ്ധിമുട്ട്? ദുബായിലാണ് ഇനി ഒറ്റക്ക് പോകുന്ന പൈസ. ഞാൻ എന്റെ പൈസ ഉണ്ടാക്കിട്ട് എവിടെ നിങ്ങൾക്ക് പൈസ ഒറ്റക്ക് നേരം ഉണ്ടാക്കും. അടുത്ത മാസം ആദ്യം എടുത്ത് കൊടുക്കട്ടെ കുഞ്ഞുമുണ്ട്. എടുത്തോട്ടാണ്ടി തന്നെ ഉള്ളു. എന്താ പിന്നെ എന്തൊക്കെയാ പരിപാടിയോട് പോയിട്ടാണ് പല്ലെടുക്കാൻ എടുത്തോ. അങ്ങനെ പോയി എന്തേ കാട്ടിയോ പല്ലുവേന. ചെക്കനെ കല്ല് കൊറേ അങ്ങോട്ട് കൊടുത്തു വെച്ചിരുന്നു. ഇനിയിപ്പോ എവിടെ പടവേര് എന്ന പേരൊന്നും അറിയില്ല. അല്ല ഇനി കഴിഞ്ഞിട്ടില്ലല്ലേ? അർബാനാണ് കൊണ്ടുപോയി കൊടുക്കണം. റോട്ടുമത്തെ കല്ലല്ലേ? ഞാൻ അതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ അട്ടിടണം. എനിക്ക് വിചാരിച്ചാണ് ഓർത്തത്. അല്ലെങ്കിൽ ഈ കല്ല് മരുന്ന് തന്നെയാണ് എന്റെ അവസ്ഥ. ഈ അമീന് വിചാരിച്ചപ്പോ അമീനും ജാസ്തി ഞാൻ കല്ല് ഉറ്റി കൊടുത്തില്ല. ഞാൻ പറയാം 2-3 വട്ടം ഞാൻ പറഞ്ഞു അമ്മിയെ മഴ കുട്ടികൾ ഈ കല്ല് എങ്ങനെയും കൂട്ടുകാരന്മാരെ കുട്ടികളെ നട്ടിട്ടാല് ചായയൊക്കെ കുടിച്ച് കാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ. അതൊന്നും പോകേണ്ടിന്ന് പറഞ്ഞേക്ക് അവന് മീൻ കുടിച്ച് കൊണ്ടുപോയി.
മൂത്തച്ഛി വെച്ചാളെടുക്കാറ്റ് മൂത്താക്കു കാസിമിന്റെ അമ്മേ പറ്റ വെച്ചാളെടുക്കണം ചേക്കോളാപ്പാടെ പൈൻ്റാടിയാണ് കല്യാണത്തിന്റെ ഞങ്ങൾക്ക് പോയിട്ട് ചേച്ചി നാളെ പറ്റുന്ന പോവാ ഒന്ന് പോയിക്കാണ്ട് പോന്നാ മതിയായിരുന്നു. പോണ തലേന്നല്ലേ സാധാരണ പോവില്ല, അപ്പാണ് പോവാൻ വിചാരിച്ചു. ഞാൻ തന്നെ ഒറ്റക്ക് പോകും, ആരും വേണ്ട. നേരം നോക്കുമ്പോൾ ഒരാളില്ല തോന്നി പോവാനിട്ട്. അപ്പൊ ഇതിനെ കൊണ്ട് ഈ ആടിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ചെന്നുണ്ടല്ലോ ആ ചെന്നുണ്ട്. ആ ചെക്ക ചവിട്ടി അഞ്ഞു വികൃതി കുട്ടനാണ് ആവണ്ട. 2 കുട്ടികളുണ്ടാവും ഇൻഷാല്ലാ അല്ലേ? ഇല്ല എന്തായാലും വേണ്ടില്ല. ഇപ്പൊ ഇങ്ങനത്തെ ജനം ഉണ്ടായിട്ടാണ് വിൽക്കണം. അതിനെ ഒരു കുട്ടിനെ നിർത്തണേ നിർത്തിയിട്ട് വരില്ല കൊണ്ടാക്കാനാണ്. ഞാൻ ഇപ്പോൾ ഒരു 10 ഉറുപ്പ്യ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ നാള് 11 ഉറുപ്പ്യൊക്കെ 9 ഉറുപ്പ്യൊക്കെ ആ പെണ്ണിനെ വിൽക്കും. അത് പെണ്ണി കണ്ടത് കൊടുത്തിട്ടും ഉണ്ടാക്കിയിട്ടും കഴിഞ്ഞു. ഈ മാസം കൊറേ പൈസ അൽമാറ വാങ്ങി 6000-ന്. ഈ മാസം കൊറേ പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. അവിടുന്ന് കിട്ടിക്കോളൂ. പിന്നെ ആടിനെ കിട്ടിയില്ലേ? ആടിനെ വിറ്റു. പിന്നെ പൈസ കിട്ടി. 15-ന് മേലായില്ല. പിന്നെ പെൻഷൻ കിട്ടി. അതന്നെ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടിയാൽ ഇപ്പൊ 10-15 ഉറുപ്പ്യ ഇപ്പൊ ഇതിനായില്ലേ? 10-25 ഉറുപ്പ്യന്റെ ഈ മാസം. ആടുകൾ വളർത്തി അങ്ങനെ ഗുണമുണ്ട്. ഞാനും അതിനെ സായിനോട് പറയില്ല ഒരു ആടിനെ. ഇപ്പൊ മൂലർക്ക് ചെലവങ്ങൾക്ക് എന്താ ചെലവ്? എന്നാ അവിടെ നടക്കുന്നുണ്ടാവും. ഇത് നിങ്ങളെ ചെലവന്നാ ഞായറാഴ്ച ആ പൈസ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. 1000 ഉറുപ്പ്യ 1100 അത്രേ. വലിയ പറയാനായിട്ട് പോയി വന്നിട്ട് കാര്യം ഞാൻ പറയാം. അതിന് പറ്റും. ഇത് ഇവിടെ ഉണ്ടായിരുന്നു എടുത്തത്. അത് വന്ന് ഉണ്ടാക്കിയതാ. പിന്നെ ഉണ്ടാകും. പിന്നെ ആ കാര്യം കിട്ടിയില്ലേ? എവിടെ കിട്ടി? എവിടെ കടയുടെ കാര്യം അതേമാതിരി തന്നെയാണ് ഇതും. എവിടെയും കിടക്കുന്നുണ്ടാവും. കൊണ്ടുവച്ചല്ലേക്കും കുളിച്ചിട്ട് അക്ഷയ ഒന്ന് പോട്ടെ. 500 ഉറുപ്പ്യ ഉണ്ടല്ലോ കൊണ്ടേക്കോ. പൈൻ്റ് കൊണ്ടുവന്നാലും ഇന്നത്തെ മത്സരം പൈൻ്റ് മതിയാവൂല. മതിയാവും. ഇപ്പൊ ചെലവിന് എന്താ കാട്ടുക?